ഇന്ന് പുലർച്ചെ 5:45 അങ്കമാലി കറുകുറ്റി റെയിൽവേ സ്റ്റേഷന് സമീപം അങ്കമാലി റേഞ്ച് ഇൻസ്പെക്ടർ വിപിൻ ദാസിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ മയക്കുമരുന്ന് വേട്ട നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. 116.37 കിലോ കഞ്ചാവാണ് ഒറീസയിലെ കലഹണ്ടി എന്ന് പറയുന്ന ജില്ലയിലെ, ഒറീസ സ്വദേശികളാണ്, ഒറീസ സ്റ്റേറ്റിലെ കലഹണ്ടി ജില്ലയിലെ 4 യുവാക്കൾ ലക്ഷ്മൺ പത്ര 39 വയസ്സ്, സൺ ഓഫ് ഗോർഗ പത്ര. രണ്ടാമത്തെ ആളുടെ പേര് ബൽഭദ്ര ദരുവ, വയസ്സ് 30, സൺ ഓഫ് ലിഖ ദരുവ. എല്ലാം ഒറീസ പേരുകളാണ്. താരേശ്വർ പത്ര മൂന്നാമത്തെ ആൾ, 36 വയസ്സ്, സൺ ഓഫ് ഗോർഗ പത്ര. നാലാമത്തെ ആളുടെ പേര് പ്രദീപ് ഗഡേ, 27 വയസ്സ്, സൺ ഓഫ് ധനാമഡ് ഗഡേ. ഇങ്ങനെ 4 യുവാക്കളിൽ നിന്നാണ് 11 ബാക്ക് പാക്ക് ഷോൾഡർ ബാഗുകളിൽ നിന്നായിട്ട് ഏകദേശം 58 പൊതികളിൽ നിന്ന് ഈ 116.37 കിലോ കഞ്ചാവ് എക്സൈസ് വകുപ്പ് കണ്ടെടുത്തത്. മുൻകൂട്ടിയുള്ള രഹസ്യ വിവരം ഉണ്ടായിരുന്നു. അങ്കമാലി പാലിശ്ശേരി ഭാഗത്തേക്ക് കഞ്ചാവ് വരുന്നതായിട്ട് അങ്കമാലി റേഞ്ച് ഇൻസ്പെക്ടർ വിപിൻ ദാസിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ കുറേ രാത്രികളായിട്ട് ആ മേഖല കേന്ദ്രീകരിച്ച് രഹസ്യാന്വേഷണവും രഹസ്യ റെയ്ഡുകളും എക്സൈസ് വകുപ്പ് വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്ന് പുലർച്ചെ ഈ 4 യുവാക്കളെ കറുകുറ്റി റെയിൽവേ സ്റ്റേഷന് സമീപം 116.37 കിലോഗ്രാം കഞ്ചാവുമായിട്ട് അറസ്റ്റ് ചെയ്യാനിടയായ സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇതിൽ 1-ാം പ്രതിയും 3-ാം പ്രതിയും സഹോദരങ്ങളാണ്. ഇവർ ഞാൻ നേരത്തെ പറഞ്ഞു അങ്കമാലി പാലിശ്ശേരി എന്ന ഭാഗത്തേക്ക് ചെറു പൊതികളായിട്ട് റീറ്റെയിൽ സെയിലിന് വേണ്ടി കൊണ്ടുവരുന്നു എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വലിയൊരു കിങ് പിൻ സ്വാഭാവികമായിട്ടുണ്ടാവും. ഇവിടെ ആർക്കാണിത് കൊണ്ടുവന്നത്? ഇത് ഒറീസയിലെ റായഗഡ എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്നാണ് വന്നിരിക്കുന്നത് ഈ കഞ്ചാവ്. റായഗഡ, ഒറീസയിലെ റായഗഡ എന്ന് പറഞ്ഞാൽ കഞ്ചാവ് കൃഷിക്ക് പ്രസിദ്ധി ആർജിച്ച ഒരു ജില്ലയാണ്. ഒരു മലയോര, അതുപോലെ തന്നെ കൂടുതൽ ഷെഡ്യൂൾ ട്രൈബ്സ് താമസിക്കുന്ന ഒരു പ്രദേശമാണ്. ഞാനിവിടെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ പോയിട്ടുള്ളതുകൊണ്ടാണ് മേഖലയെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് നന്നായിട്ട് അറിയാവുന്നത്. ഒറീസയിലെ ഈ പറഞ്ഞ റായഗഡ, ബ്രഹ്മപൂർ, മോഹന, ഗജപതി ഇതുപോലുള്ള ജില്ലകളാണ് കഞ്ചാവിൽ കൃഷിക്ക് വളരെ ഫേമസ് ഒറീസയിൽ. അതുപോലെ തന്നെ ആന്ധ്രയിലെ വിശാഖപട്ടണം, ശ്രീകാകുളം, കരീംനഗർ, ഗമം, ടുണി, ടുണി, ഇതാണ് ആന്ധ്രയിൽ ഫേമസ് ആയിട്ടുള്ള കഞ്ചാവ് കൃഷിക്ക് കുപ്രസിദ്ധി ആയിട്ടുള്ള സ്ഥലങ്ങൾ. ഈ 10 സ്ഥലങ്ങളിൽ നിന്നാണ് സത്യം പറഞ്ഞാൽ ഇന്ത്യക്ക് ആവശ്യമുള്ള കഞ്ചാവിൻ്റെ ഏകദേശം ഒരു 80-90% വരുന്നത് എന്നാണ് നമുക്ക് ഇതിനു മുമ്പ് തന്നെ പല അന്വേഷണങ്ങളുടെ ഭാഗമായിട്ട് ആ മേഖലയിൽ പോയപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുള്ളത്. കൂടുതലും ഈ നക്സൽ പ്രദേശങ്ങളാണ്. അവിടെ ഈ മലയാളികൾ പ്രധാനമായിട്ടും പോകുന്നത് ഒന്നുകിൽ ഇതിനായിരിക്കും, അല്ലെങ്കിൽ അന്യസംസ്ഥാന തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യാനായിട്ടായിരിക്കും. ഈ 2 കാര്യങ്ങൾക്കാണ് നമ്മളവിടെ സാധാരണ കാണുക. അപ്പോൾ ഒറ്റപ്പെട്ടിട്ട് ഈ മേഖലകളിലേക്ക് പോകുന്നത് ഭയങ്കര അപകടം പിടിച്ച പ്രശ്നം ഉള്ളതാണെന്ന് എപ്പോഴും അവിടുത്തെ പോലീസും മറ്റ് എൻഫോഴ്സ്മെൻറ്റ് അതോറിറ്റി നമ്മളെ അറിയിക്കാറുണ്ട്. അപ്പോൾ അവിടെ ഇത്തരം കൃഷികൾ സർക്കാരിൻ്റെ സ്ഥലങ്ങളിൽ, ഉൾപ്രദേശങ്ങളിൽ വ്യാപകമായ തോതിൽ കൃഷി ചെയ്യുകയും അത് ഈ പറഞ്ഞ നക്സലുകളുടെ സഹായത്തോടു കൂടി ഇത് വൻതോതിൽ കേരളത്തിൻ്റെ ഇതര ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നൊരു പതിവ് രീതിയാണ് ഇപ്പോഴും തുടർന്ന് വരുന്നത്.
ആ മേഖലയിൽ നിന്നാണ് ഈ കഞ്ചാവ് എറണാകുളത്തേക്ക് വന്നിരിക്കുന്നത്. അത് കൂടുതൽ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളെക്കുറിച്ച് അവിടെ പോയി അന്വേഷിക്കണം. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തുടർ ദിവസങ്ങളിൽ എക്സൈസ് വകുപ്പ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ടീം രൂപീകരിച്ച് അന്വേഷണം ശക്തിപ്പെടുത്തി അത്തരം പിന്നിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനുള്ള നടപടികൾ എക്സൈസ് വകുപ്പ് സ്വീകരിക്കുന്നത്. ഒറീസയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും വരാറുണ്ട്. ആന്ധ്രയിലെ തുണി എന്ന് പറയുന്ന ഒരു സ്ഥലം ഈ കഞ്ചാവ് ഹഷിഷ് എന്നിവയ്ക്ക് ഭയങ്കര ഫേമസാണ്. ഹഷിഷ്, ഈ ഹഷിഷ് എന്ന് പറയുന്നത് കഞ്ചാവിൻ്റെ ഒരു ഓയിലാണ്. ഏകദേശം ഒരു 25 കിലോ കഞ്ചാവ് വേണം 1 കിലോ ഹഷിഷ് കിട്ടണമെങ്കിൽ. പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലായത് ഇവർ ജസ്റ്റ് ക്യാരിയേഴ്സാണെന്നാണ്. ഇവിടെ എത്തിക്കുക, അപ്പോൾ ആ മൊബൈൽ സന്ദേശങ്ങൾ ഇവർക്ക് കിട്ടും. ഫോണിലൂടെയുള്ള സന്ദേശങ്ങൾ ഓരോ സ്റ്റേഷൻ കഴിയുമ്പോഴും ഇവർക്ക് കിട്ടും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ, അതായത് വ്യക്തമായിട്ട് ഇന്ന എറണാകുളം ഇന്നത് അങ്ങനെ പറഞ്ഞല്ല വിടുന്നത്. കേരളത്തിലേക്ക് വിടുമ്പോൾ പുറകിൽ പ്രവർത്തിക്കുന്ന ആൾ പറയുന്നതിനനുസരിച്ച് ഇവർ പ്രവർത്തിക്കുന്ന ക്യാരിയേഴ്സായിട്ടാണ് നമുക്ക് ആദ്യമേ ബോധ്യപ്പെട്ടുള്ളത്. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അത് ഇവരുടെ ടിക്കറ്റും മറ്റു കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അവർ തൃശ്ശൂരിൽ നിന്ന് ഇറങ്ങി ബസ് മാർഗം വരാനുള്ളൊരു സാധ്യത നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഇവരുടെ സീഷറിൽ നിന്ന് സാധാരണ ട്രെയിൻ ടിക്കറ്റോ മറ്റു കാര്യങ്ങൾ കിട്ടണം, അതൊന്നും കണ്ടെത്തിയിട്ടില്ല. ബസ് മാർഗം വന്നതാവാൻ നമ്മൾ സംശയിക്കുന്നുണ്ട്. അതിനൊരു സാധ്യതയും കാണുന്നുണ്ട്. കാരണം കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് നമുക്ക് ആലുവ കഴിഞ്ഞിട്ട് ഒരു 12 കിലോ കഞ്ചാവ് ഈ ട്രെയിനിൽ നിന്ന് വലിച്ചെറിയുന്ന രീതിയിൽ ആലുവ എക്സൈസ് 2 ദിവസം മുമ്പ് 12 കിലോ കഞ്ചാവ് ഇങ്ങനെ അല്ല ആലുവ റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് മുമ്പ് ഇത് പിടിച്ചത് അങ്കമാലി കറുകുറ്റി റെയിൽവേ സ്റ്റേഷൻ്റെ മുൻവശം. കറുകുറ്റി ഇല്ല, നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് ടിക്കറ്റുകളൊന്നും സീസ് ചെയ്യില്ല. അപ്പോൾ ഒരു പക്ഷേ ബസ്സിൽ നിന്ന് എവിടെയും ഇറങ്ങിയിട്ട് ബസ്സിൽ നിന്ന് പല വ്യത്യസ്തമായ മറുപടികളാണ് പറയുന്നത്. ഒരാൾ പറയുന്നത് ഞങ്ങൾ ഉറങ്ങിപ്പോയി ഇവിടേക്കല്ല വന്നത് എന്ന് പറയുന്നു, വേറൊരാൾ എറണാകുളത്തേക്കാണ് വന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതിനിപ്പോൾ ആ മൊബൈൽ ഡീറ്റെയിൽസ് വെച്ചിട്ടേ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ കളക്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. അവർക്ക് എന്തോ 30,000 രൂപ ഒരാൾക്ക് ലഭിക്കുമെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ അവർ മൊഴി നൽകിയിരിക്കുന്നത്. ഹൈബ്രിഡ് അല്ല, സാധാ കഞ്ചാവ് തന്നെയാണ്.